ബാംഗ്ലൂരിൽ നിന്നും വയനാട്ടിലോട്ടുള്ള ഒരു യാത്രയിൽ നമ്മൾ ഏകദേശം 4:30 മണിയോടെ രാവിലെ തന്നെ ഇറങ്ങി. അധികം ട്രാഫിക് ഒന്നും കിട്ടാൻ പാടില്ല. മാത്രമല്ല വെയിലാണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലോങ് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റൈഡേഴ്സൊക്കെ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10-45 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു കനഡയിൽ ഒരു ഗ്രാമമാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഡോമിനാർ ഒരു സ്പ്ലെൻഡറിനെ ഇടിച്ച് കിടക്കുന്നത് കാണാം. ഡോമിനാറിൻ്റെ ആ ഒരു റൈഡറിനെ അപ്പം തന്നെ കൊണ്ടുപോയി തോന്നുന്നു ഹോസ്പിറ്റലിൽ. അവിടെ പോലീസുകാരൊക്കെ സ്പോട്ടിലുണ്ട്. പക്ഷേ ഇപ്പോഴും സ്പ്ലെൻഡറിലെ ആ ഒരു റൈഡർ, അതായത് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു, ഇപ്പോഴും റോട്ടിൽ തന്നെ കിടക്കുകയാണ്. ചോര വാർന്നാണ് കിടക്കുന്നത്. അതായത് ചോര നല്ല രീതിയിലൊക്കെ ഒഴുകി പോകുന്ന രീതിയിലാണ് കിടക്കുന്നത്. അത് എനിക്ക് കാണിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ബ്ലർ ചെയ്ത് ഞാൻ കാണിക്കുന്നത് ആ ഒരു പോർഷൻ. അപ്പം പോലീസൊക്കെ സ്പോട്ടിലുണ്ട്. പക്ഷെ എന്നാലും കാര്യമായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്? ഇപ്പോൾ ഒരാളും ബോധം കെട്ടായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ആ ഒരാളെ കണ്ട അപ്പം തന്നെ മനസ്സിലാവും മരിച്ച രീതിയിലാണ് ഉള്ളത്. പക്ഷെ എന്നാലും മരിച്ചു എന്നുള്ള തീരുമാനിക്കുന്നത് ഡോക്ടറല്ലേ. അതേ റൂട്ടിൽ തിരിച്ചു വരുന്ന വഴിക്ക് വലിയൊരു ട്രക്ക് റോഡ് ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് കിടക്കുന്നതാണ്. ഫ്രണ്ട് ആക്സലൊക്കെ മൊത്തം പോയി കിടക്കുവാണ്, ബാക്കിലോട്ട് വന്ന് കിടക്കുവാണ്. അപ്പം അവിടെ ഒരു അപ്പുറത്ത് തന്നെയാണ് ആക്സിഡൻ്റ് ആയ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന ഒരു വണ്ടിയും കിടക്കുന്നത്. അതൊരു കാറാണ്, റിനോൾട്ടിൻ്റെ കൈഗർ എന്ന് പറഞ്ഞൊരു കാറാണ്. ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ന്യൂസൊക്കെ പിന്നീട് ചാനലിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ഏകദേശം 7 പേരോളം ആ കാറിലുണ്ടായിരുന്നു. അതിൽ 3 പേര് സ്പോട്ടിൽ വെച്ച് മരിച്ചു എന്ന രീതിയിലാണ്. അപ്പം ഈ കാറിൻ്റെ അവസ്ഥ കാണാൻ നേരത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അത് വെട്ടിപ്പൊളിച്ച് മാറ്റിയിട്ട്, അതായത് ഫയർഫോഴ്സിൻ്റെ ആ ഒരു സഹായത്തോടെ വെട്ടിപ്പൊളിച്ച് മാറ്റിയിട്ടാണ് മുമ്പിലുള്ള ആൾക്കാരൊക്കെ പുറത്തെടുത്തതെന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ബ്ലഡൊക്കെ കാണാൻ സാധിക്കും. എടുത്ത് വെച്ച ആ ഒരു ബോഡിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ള ബ്ലഡൊക്കെയാണ് റോഡിൽ ഇഷ്ടം പോലെ ഉള്ളത്. ആ ഒരു കാറ് കിടക്കുന്നതും ആ ഒരു ലോറി കിടക്കുന്ന ഡിസ്റ്റൻസ് കാണാം. അപ്പം ഇടിച്ച് തെറിച്ച് കറങ്ങിയാണ് ഈ ഒരു കാനയിൽ വന്ന് വീണിരിക്കുന്നത്. ഇടിച്ച ഫോഴ്സിൽ പല ഭാഗങ്ങളും ചെതറിപ്പോയിട്ടുണ്ട് ആ കാറിൽ നിന്നും. ഗുണ്ട്ലുപേട്ടെ വയനാട്ടിലോട്ടുള്ള ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡ് എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള റൂട്ടാണ്. 2 വരി പാതയാണ് ഉള്ളത്, 1 വേ അങ്ങോട്ടും 1 വേ ഇങ്ങോട്ടും. പക്ഷേ ചില ആൾക്കാരൊക്കെ അത്യാവശ്യം ലിമിറ്റിനേക്കാളും കൂടുതൽ സ്പീഡ് എടുക്കാറുണ്ട്. അത് ഡേഞ്ചറാണ്. കാരണം ഇങ്ങനത്തെ വില്ലേജ് ഏരിയയൊക്കെ ആവുന്ന നേരത്ത് പശുക്കളായിട്ടും നായ്ക്കളായിട്ടും ഇൻക്ലൂഡഡ് മനുഷ്യന്മാർ പോലും അത്യാവശ്യം റോഡ് ക്രോസ് ചെയ്യാനുള്ള നോളജ് ഇല്ലാത്ത ആൾക്കാരാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അങ്ങനെയാണ് പഠിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ സഡനായിട്ട് എന്തെങ്കിലും കയറി വന്നാൽ നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. ഏകദേശം ഒരു 3-4 ആഴ്ച മുമ്പാണ് ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 4-5 പേര് മരിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരു വലിയൊരു ആക്സിഡൻറ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് ആക്സിഡൻറ്റ് ഈ റൂട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ച് വേണം. ഈ ഒരു വഴി എന്നല്ല, യാതൊരു സ്ഥലത്തോട്ട് പോകുന്നിടത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധ കൂടുതൽ തന്നെ വേണം. യാത്രയുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. കൂടെ ഉള്ളവരും അതേ രീതിയിലായിരിക്കും. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ നേരത്ത്, ഇല്ലെങ്കിൽ റൈഡ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധ എപ്പോഴും റോട്ടിലായിരിക്കണം. കാരണം നമ്മളെ വിശ്വസിച്ചാണ് നമ്മുടെ പുറകിലും സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ഓവർ സ്പീഡ് എടുത്തിട്ട് പെട്ടെന്ന് എത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഈ കാറിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ മൊത്തത്തിൽ ഇടിച്ച് കയറി ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളോട്ട് കയറി കിടക്കുകയാണ്. എയർ ബാഗ് ഒന്നും എവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്പോട്ടിൽ ഇവിടെയും പോലീസുകാരുണ്ട്. എല്ലാം അവർ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, എങ്ങനെയാണ്, ആരുടെ ഭാഗത്ത് തെറ്റാണ്, അതൊക്കെ അന്വേഷിക്കുമായിരിക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അവിടെ നമ്മൾ മൊത്തത്തിൽ ഒരു അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നേരെ ബ്രെഡും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നേരെ ഗുണ്ട്ലുപേട്ടെ പിടിക്കാൻ വേണ്ടി വണ്ടിയെടുത്ത് നേരെ വിടുവാണ്. കാരണം മൊത്തത്തിലൊരു എന്താ പറയുക, ഇങ്ങനത്തെയുള്ള ആക്സിഡൻറ്റൊക്കെ കണ്ട് നമ്മൾ ഒരു മൂഡ് ഓഫാണ് ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ബണ്ടിപ്പുറ ടൈഗർ റിസർവിൻ്റെ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ഏകദേശം ഒരു മത്തൂരു ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒരുപാട് അനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു വയനാട് ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് കുറച്ച് കുറവാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് മസിനഗുഡി വഴി അങ്ങനെ ഗൂഡല്ലൂർ അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് കാട്ടിയാണെങ്കിലും കരടി അങ്ങനത്തെ പല അനിമൽസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ. എപ്പോഴും എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് വളരെ കുറവായിരുന്നു. അത്യാവശ്യം മാൻകൂട്ടങ്ങളും ചെറിയ രീതിയിലൊക്കെ എന്താ പറയുക, പന്നി അങ്ങനത്തെ സംഭവത്തിനൊക്കെ സ്പോട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു ഭാഗത്തിലൂടെയുള്ള റൈഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളാണ്. അതിരാവിലെ തന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ പച്ചപ്പൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയ്ക്കും പച്ചപ്പൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ 2-3 മഴയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാട്ടിനുള്ളിൽ നമുക്ക് കാണാം ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. പക്ഷേ നല്ലൊരു കാറ്റും മഴയൊക്കെ ഇവിടെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം കുറച്ചൊക്കെ പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പച്ചപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റൈഡ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയത്. അപ്പം ഈ ഒരു ഭാഗത്ത്, അതായത് ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നേരത്ത് നമുക്ക് സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട്. ആ ഒരു സ്പീഡ് ലിമിറ്റ് തന്നെ ഓടിക്കുക. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ കാണിക്കുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ്. പക്ഷേ എൻ്റെ ബാക്കിൽ വരുന്ന ഒരുപാട് വണ്ടികൾ എന്നെക്കാൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു സേഫ് ആയിട്ടുള്ള സ്പീഡിലാണ് പോകുന്നത്.
പെട്ടെന്നൊരു അനിമൽസൊക്കെ ഫ്രണ്ടിൽ ചാടി വന്നെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സ്പീഡ് നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ വെച്ച് നമ്മൾ ഉണ്ടാവുമല്ലോ, ആ ഒരു സ്പീഡാണ് ഞാൻ എടുത്തു പോകുന്നത്. ഒറ്റയ്ക്കുള്ള ഒരു കാട്ടുപന്നിയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് കണ്ടപ്പോൾ മുന്നിലുള്ള കാറുകാരൻ നിർത്തി സൈഡിലോട്ട്. നിർത്താനൊന്നും പാടില്ല, പക്ഷേ ചെറിയ രീതിയിൽ വണ്ടി സ്ലോ ചെയ്ത് കാണുന്നതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സൈഡ് ഒതുക്കി നിർത്തരുത്. പക്ഷേ ഞാൻ സൈഡ് ചേർന്നാണ് വണ്ടി എടുത്ത് മെല്ലെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന പന്നി അത്യാവശ്യം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മളൊക്കെ കാണുന്നിടത്ത് ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഇതും മൂഡിലാണ് പുള്ളിക്കാരനുള്ളത്. പക്ഷെ അധികം നേരമൊന്നും നമ്മളവിടെ സമയം എന്താ പറയുക, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നിട്ടില്ല. പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്ന് മൂവായി. ഇവിടം വരെ കർണാടക ഫോറസ്റ്റിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി കേരള ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭാഗമാണ് ഉള്ളത്. ഇപ്പോൾ ബണ്ടിപ്പൂരുടെ ആ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം ഈ ഒരു ബോർഡറിൽ വെച്ച് തീരുന്നു. സുൽത്താൻ ബത്തേരി 20 കിലോമീറ്ററാണുള്ളത്. പോലീസ് ചെക്ക് പോസ്റ്റ് മുത്തങ്ങ. ഇവിടെ കാര്യമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടല്ലോ. ബിനീഷ്. ആ അതെ അതെ. ഈ കാണുന്നത് എക്സൈസുകാരുടെ ചെക്കിംഗ് ആയിരുന്നു. വലിയ രീതിയിലൊന്നും തുറന്നിട്ട് ചെക്കിങ് ചെയ്തില്ല. അത്യാവശ്യം കുറേ ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം സ്റ്റേ ചെയ്യാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതെന്ന് പറയുന്ന നേരത്ത് കുറച്ച് ചെക്കിങ്ങിൻ്റെ ഇത് സമയം കുറച്ച് കൂടും. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം കേസസൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പം ചെക്കിങ് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെത്തുന്ന ചില ലഹരി പദാർത്ഥത്തിൻ്റെ അളവൊക്കെ ചെറിയ രീതിയിൽ കുറയും. വലിയ രീതിയിൽ നന്നല്ല, ചെറിയ രീതിയിൽ കുറയും. പക്ഷേ എന്തായാലും നമ്മൾ സഹകരിക്കുന്നത് നല്ലതാണ്. സുൽത്താൻ ബത്തേരിയിലെ ടൗൺ ആണ് കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9-10 വർഷങ്ങൾക്ക് മുമ്പാണ് വന്നത്. ബൈ റോഡ് തന്നെയാണ് വന്നത്. പക്ഷേ ബോർഡർ ക്രോസ് ചെയ്ത് സ്വന്തം വണ്ടി കൊണ്ടല്ല, ഇതാദ്യമായിട്ടാണ് സ്വന്തം വണ്ടി എടുത്ത് വരുന്നത് ബോർഡർ ക്രോസ് ചെയ്തിട്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മാനന്തവാടി റൂട്ടിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മാനന്തവാടിയിലോട്ട് പോകുന്നുള്ള റൂട്ട് അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ്. മൊത്തം പച്ചപ്പൊക്കെ ആയിട്ട് അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വീടുകളും മാത്രമല്ലാണ്ട് കുറച്ചൊക്കെ ഒരു കാടിൻ്റെ പോർഷനുണ്ട്. പിന്നെ സൈഡിലോട്ടൊക്കെ കോഫിയുടെ ആ ഒരു എസ്റ്റേറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോകാൻ നേരത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് പാടങ്ങളൊക്കെ ആയിട്ടൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ചെറിയൊരു പള്ളിയാന്ന് തോന്നുന്നു റൈറ്റ് സൈഡിൽ കാണാം. ഇതിലൂടെ ഒരു വഴി പോകുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ഞാൻ എടുക്കുന്നില്ല. അങ്ങോട്ട് വേണ്ടിയില്ല മഴക്കാറ് മൂടി നിൽക്കുന്നത്. ഇങ്ങോട്ടൊക്കെ വാഴ കൃഷിയാട്ടോ. ഇല്ല, ഇങ്ങോട്ടുള്ള വ്യൂ കണ്ടില്ലേ, കുറച്ച് മഞ്ഞൊക്കെ മൂടി ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ തണുപ്പത്ത് മഞ്ഞ് മൂടി കിടക്കുക. ഇല്ലെങ്കിൽ അപ്പുറത്തെ മലനിരകളൊക്കെ കണ്ടേനെ. ഇവിടെ റൈറ്റിലൊരു ബാംബൂസ് പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് ഫോറസ്റ്റിൻ്റെ അവിടെ എന്തോ ബോർഡ് ഇട്ടിട്ടുണ്ട്. കയറാൻ പാടില്ല എന്ന് ആയിരിക്കും. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് മാനന്തവാടി കേട്ടോ. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ആണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം സ്റ്റേ എടുത്തിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഇപ്പുറോട്ടാണ്. അതായത് നമ്മുടെ കൽപ്പറ്റ ഏകദേശം ആ റൂട്ടിലോട്ടാണെന്ന് തോന്നുന്നു. ആ റൂട്ടിട്ട് ടച്ച് ആവുന്ന കൽപ്പറ്റ മാനന്തവാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു റൈറ്റിലോട്ടൊരു ഡീവിയേഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മല കയറി വന്നത്. ബ്യൂട്ടിഫുൾ ആട്ടോ. ഈവനിങ് റൈഡൊക്കെ വരാൻ നല്ല രസമാണ്. ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തൈലത്തോട്ടമാണ് ലെഫ്റ്റ് സൈഡ്. ഇവിടെ ഞാൻ കയറണം എന്ന് വിചാരിച്ച, പക്ഷേ വേണ്ട. വയനാട്ടിൽ നമ്മൾ ഒരുപാട് കള്ള് ഷാപ്പൊക്കെ അന്വേഷിച്ചാണ് അറിഞ്ഞത്. കള്ള് കുടിക്കാനല്ല, കള്ള് ഷാപ്പിലാണ് നമുക്ക് ഒരുപാട് വിഭവങ്ങളുള്ള എന്താ പറയുക ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. വെറൈറ്റി ഫുഡ്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ അന്വേഷിച്ച് വന്നത്. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വയനാട്ടിലോട്ട് വന്നിരിക്കുന്ന ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു വയനാട് വന്നിട്ട് ബീഫും പൊറോട്ട കഴിക്കണം. കർണാടകയിൽ അത് പോസിബിളാണ്, പക്ഷെ എന്നാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ചൂട് പൊറോട്ട കഴിക്കാം. ബീഫ് ചില്ലിയാണ്. അപ്പം 2 കഷ്ണം മാറ്റിയേക്കാം. ഒരു കഷ്ണം അങ്ങ് എടുക്കുക. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഒരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയ രീതിയിലുള്ളൊക്കെ മഴയൊക്കെ വന്ന് സെറ്റായി കിടക്കുമായിരുന്നു. നമ്മൾ കേരളം വിട്ട് പുറത്തോട്ട് പോയാലാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുന്നത്. വയനാട്ടിൽ നിന്നുള്ള അടുത്ത കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.